എടാ പിള്ളേരെ അറിയാലോ, ട്രിഗ്ണോമെട്രിയിൽ നിന്ന് 10th CBSE ഈ വർഷം 12 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇന്ന് ട്രിഗ്ണോമെട്രി എന്നുള്ള ഒരു അടിപൊളി ചോദ്യമാണ്. ഒരു ക്ലിഫിൽ നിൽക്കുന്ന ഒരു മനുഷ്യൻ ആ ക്ലിഫിലേക്ക്, അതായത് നമ്മുടെ ഷോറിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന ഒരു കപ്പലിനെ 30 ഡിഗ്രി ആംഗിൾ ഓഫ് ഡിപ്രഷനിൽ കാണുന്നു. ഒരു 6 മിനിറ്റിന് ശേഷം ഈ കപ്പൽ അപ്പോൾ കുറച്ചുകൂടി ഇങ്ങോട്ട് അടുക്കുമല്ലോ, അതിനുശേഷം പുള്ളി കാണുന്നത് 60 ഡിഗ്രി ആംഗിൾ ഓഫ് ഡിപ്രഷനിലാണ്. അങ്ങനെയാണെങ്കിൽ എത്ര സമയം കൊണ്ട് ഈ കപ്പൽ നമ്മുടെ ഷോറിലേക്ക്, തീരത്തേക്ക് അടുക്കും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. എടാ പിള്ളേരെ, അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ ടാൻ 30യും ടാൻ 60യും എടുക്കുന്നു. ടാൻ 30 എന്ന് പറഞ്ഞാൽ OA/OP, ടാൻ 60 എന്ന് പറഞ്ഞാലോ OA/OQ. ടാൻ 30ക്ക് പകരം 1/√3 എന്ന് കൊടുക്കുന്നു. അതുപോലെ ടാൻ 60ക്ക് പകരം √3 എന്നും കൊടുക്കുന്നു. ഇവിടെ നമുക്ക് OA എന്ന് പറഞ്ഞാൽ OP/√3 എന്ന് കിട്ടും. ശരിയാണോ? ഇപ്പുറത്ത് നമ്മൾ √3 വരുന്ന ഇക്വേഷനിലാണെങ്കിലോ OA എന്ന് പറഞ്ഞാൽ √3OQ എന്നും കിട്ടും. OP/√3യും √3OQ ഞാൻ പറയും ഈക്വൽ ആണ്, കാരണം രണ്ടിൻ്റെയും RHS ഈക്വൽ ആയിരുന്നു. അങ്ങനെയാണെങ്കിൽ എനിക്ക് പറയാം OQ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ √3 ഇപ്പുറത്തേക്ക് താഴേക്ക് വരുന്ന ഡിനോമിനേറ്ററിലേക്ക് √3 × √3 3 ആകുന്നു. 1/3 OP എന്ന് എനിക്ക് പറയാം. ഇനി ഒന്ന് ആലോചിച്ച്, PQ എന്ന് പറഞ്ഞാൽ OP - OQ അല്ലേ? OP - OQവിന് പകരം OP/3 എന്ന് കൊടുക്കുന്നു. ഒരു OPയിൽ നിന്ന് 1/3 OP കുറച്ചാൽ ബാക്കി 2/3 OP നമുക്ക് കിട്ടും. ഇനി ഞാൻ പറയാൻ പോകുന്ന അതിന് ശ്രദ്ധിച്ച് കേൾക്കുക. ഞാനെടുത്ത ബോട്ടിൻ്റെ സ്പീഡ് എനിക്കറിയാം, യൂണിഫോം സ്പീഡാണ്, എപ്പോഴും സെയിം ആണ്. ഞാൻ എനിക്കറി S എന്നങ്ങ് വിളിക്കുന്നു. അപ്പം ഈ PQ എന്ന് പറയുന്നതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 6 മിനിറ്റിൽ സഞ്ചരിച്ച ഡിസ്റ്റൻസ്. PQ 6 മിനിറ്റിൽ സഞ്ചരിച്ചാണ്. അപ്പോൾ ആ PQ കണ്ടുപിടിക്കാൻ ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു സ്പീഡ് ഇൻറ്റു ടൈം. ശരിയാണോ? 6 × ഞാൻ പറഞ്ഞ S. അതുപോലെ 2/3 OP ആണ് നമുക്ക് PQ. അങ്ങനെയാണെങ്കിൽ അതാണ് 6S എന്ന് കിട്ടും. അപ്പോൾ OP എന്ന് പറഞ്ഞാൽ 3 അപ്പുറത്തേക്ക് പോകുന്നു, ആ 2 ഡിവൈഡ് ചെയ്യുന്നു. ശരിയാണോ? അപ്പോൾ 9S എന്ന് നമുക്ക് കിട്ടി. ഇനി നമുക്ക് അറിയേണ്ടത് ഇത് ഷോറിലേക്ക് അടുക്കാൻ എടുക്കുന്ന സമയമാണ്. അതെന്ന് പറഞ്ഞാൽ OP/S. ശരിയാണേ? ആ OP എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പോൾ കിട്ടിയ 9S ആണ്. 9S / S എന്ന് പറഞ്ഞാൽ S ഉം ക്യാൻസൽ ആകുന്നു. 9 മിനിറ്റ്സ് എന്ന് ആൻസർ കിട്ടും.